ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ അത്തം പത്തിന് പൊന്നോണം സീസൺ 7-ലെ 9ാമത്തെ വീഡിയോ ആണ്. അപ്പൊ നാളത്തോടുക്കന നമ്മുടെ സീരീസ് കഴിഞ്ഞു. പക്ഷെ എന്തായാലും 2-3 ബോണസ് വീഡിയോ, എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഈ സീരീസ് ഈ 10 വീഡിയോസിന്റെ ഉള്ളിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അത്ര സമയം കിട്ടിയില്ല. എല്ലാം കൂടിയിട്ട് ഭയങ്കര തിക്കും തിരക്കും ബഹളായി. അപ്പൊ വിചാരിച്ചു കുറച്ച് സമാധാനമായിട്ട് എനിക്ക് പാവാടയും ടോപ്പും എല്ലാ മെറ്റീരിയലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സാരി വെട്ടി തുന്നണത് ആ രീതിക്കൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം കേട്ടോ. സ്റ്റിച്ചിങ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് സമയം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വൃത്തിക്ക് നന്നായി മനസ്സിലാക്കണ രീതിയിൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മീഷോ എന്നുള്ള 10 ജ്വല്ലറി കാണാം കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു 200, 100 രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു പ്രൈസിലാണുള്ളത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ജ്വല്ലറിയാണ്. അത് മാത്രമല്ല കഴിഞ്ഞ വർഷം ഈ വർഷവും നല്ല ട്രെൻഡ് ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറി ഞാൻ നോക്കി മേടിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയാണ് ഓർഡർ ചെയ്തത്. എല്ലാം ഇന്നത്തോടുക്കനെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 1 to 1.5 ആഴ്ച അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതെല്ലാം എത്താനായിട്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. അപ്പൊ ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ പേളിന്റെ ആണ് കേട്ടോ. പേൾ മുത്തുകളില്ലേ, അങ്ങനത്തെ ഒരു ജ്വല്ലറിയാണ്. ഇത് കഴിഞ്ഞ വർഷം മുതൽക്ക് നല്ല ട്രെൻഡിലുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഞാൻ അഡോബൈ പ്രിയങ്കയിൽ നിന്ന് മേടിച്ചത് കഴിഞ്ഞ മുന്നിലത്തെ വർഷം മുതൽക്കേ യൂസ് ചെയ്യണതാണ്. അപ്പൊ തന്നെ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ക്വാളിറ്റി ഇത് കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് കേട്ടോ, മോശം പറയാനില്ല. പക്ഷെ കളറ് പോവോ എന്നുള്ളത് അത് നമുക്ക് നോക്കി തന്നെ അറിയണം. ഭയങ്കര ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു ഗോൾഡൻ അല്ല, ചെറിയ രീതിയിൽ ഡള്ളായിട്ടുള്ളതാണ്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ സ്റ്റോൺസിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അത് മോശമാണ്. പേൾസ് കുഴപ്പമില്ല, പക്ഷെ ഇതിന്റെ ഉള്ളിലത്തെ സ്റ്റോൺസും അതേപോലെ തന്നെ ഈ ഗ്രീൻ സ്റ്റോൺ കാണാല്ലേ, ഇത് കുറച്ച് ഡള്ളായിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 165 രൂപയാണ്. അതും നമ്മള് GPay വഴിയൊക്കെ പേ ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുറയും. റിട്ടേൺ ആണ്, ഡാമേജ് ആണെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുള്ളൂ എന്നാണെങ്കിൽ പിന്നെയും പൈസ കുറയും കേട്ടോ. നമ്മളൊരു 150 രൂപയ്ക്കൊക്കെ നമുക്കിത് കിട്ടുന്നതാണ്. കമ്മലും മാലയും സെറ്റാണ്. അടുത്തത് എഗെയിൻ പേളിന്റെ തന്നെ ജ്വല്ലറി ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഭയങ്കര ട്രെൻഡിലുള്ളതല്ലേ. പിന്നെ കുറേ പേർക്ക് ഇത് നല്ലോണം ഇഷ്ടമായിട്ടുള്ളതുമാണ് കേട്ടോ. നമ്മൾ സിമ്പിൾ ആണ്, നമുക്ക് സെറ്റ് സാരിയുടെ ഒപ്പം ഇങ്ങനത്തെ ചുരിദാറിന്റെ ഒപ്പം ഇടാനും കുഴപ്പമൊന്നുമില്ല. ചെറിയ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഈവൻ കല്യാണങ്ങൾക്കാണെങ്കിൽ നമുക്ക് സാരീസിനൊക്കെ ഇപ്പം സ്റ്റൈൽ ചെയ്യാനായിട്ട് ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നിയേ. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ 2 പിങ്ക് സ്റ്റോൺ വരുന്നുണ്ട്. അപ്പം അതിൻ്റെയും ക്വാളിറ്റി ഓക്കേഷാണ്. 150 രൂപയാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും പ്രൈസ് മനസ്സിൽ വെക്കണം, ആ ഒരു രീതിക്ക് മാത്രം ജഡ്ജ് ചെയ്താൽ മതി. പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്ക് ഇപ്പോൾ സെലിബ്രേഷൻ വരികയല്ലേ, അതിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് നല്ലോണം അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ അങ്ങനെ നോക്കിയെടുത്തതാണ് കേട്ടോ. കുഞ്ഞ് നല്ല ഭംഗിയുള്ളത് നോക്കിയെടുത്തതാണ്. അപ്പൊ ഇതിന്റെ കമ്മലാണെങ്കിലും നല്ല രസമുണ്ട്, ഭയങ്കര കുഞ്ഞാണ്. ഈ പെൻഡന്റിൽ വരുന്ന ഒരു ഡീറ്റെയിലിംഗ് തന്നെയാണ് കമ്മലായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സെറ്റ് സാരിയുടെ ഒപ്പം അല്ലാണ്ട് പട്ടുപാവാടയുടെ ഒക്കെ ഒപ്പം നന്നായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള 150 രൂപയുടെ വർത്ത് ഫോർ ദ മണിയാണ് കേട്ടോ. അടുത്തത് 169 രൂപയുടെ ഒരു നെക്ലസ് സെറ്റ് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ മഞ്ഞ ഭയങ്കര കണ്ണിൽ കുത്തുന്ന ഒരു മഞ്ഞയാണ്. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല കഴുത്തിലിടുമ്പോഴും അത്ര സുഖമായിട്ടല്ല കിടക്കണത്, നന്നായിട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതിൻ്റെ ഒരു അഭംഗിയുണ്ട് കാണാനും. അത് മാത്രമല്ല ഇടുമ്പോഴും അൺകംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉള്ളതാണ്. ഇതിന്റെ കമ്മൽ നോക്കുകയാണെങ്കിൽ കുറച്ച് വലുതാണ്. സ്റ്റോണിന്റെ ക്വാളിറ്റിയും അത്ര അടിപൊളി അല്ല. ഇതിന്റെ വില വന്നിട്ട് 169 രൂപയാണ്. അതിനുള്ളത് ഇല്ല കേട്ടോ. ഇതെന്തായാലും മേടിക്കണ്ട. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മളൊരു 3-4 വർഷം മുമ്പ് റീമക്കല്ലെങ്കിൽ ഇൻസ്പയർഡ് ലുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ സ്റ്റോൺസ് ആയിരുന്നു, ഓഫ് ഗോൾഡ്, അങ്ങനെ ഒരു ടോൺ ഡൗൺ ആയിട്ടുള്ള ഒരു ഗോൾഡ് ഉണ്ടാവില്ലേ, അത് പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതിന് നല്ല വിലയുണ്ട് കേട്ടോ. ഒരു 1000 സംതിങ് വിലയുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മാലയുടെ ക്വാളിറ്റി സൂപ്പർബായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു 160 രൂപയ്ക്കും അത്ര വേർത്തല്ല. അടുത്തത് ഒരു മാലയും അതേപോലെ തന്നെ ബ്രേസ്ലെറ്റും സെറ്റാണ്. ഇതിൻ്റെ ഒപ്പം കമ്മലില്ല കേട്ടോ. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പം ഇത് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് ഗോൾഡിൻ്റെ ആണ്. അപ്പം ഇതിൻ്റെ ഒക്കെ പോലെ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഭയങ്കര തിന്നായിട്ടുള്ള മാലയും ഇങ്ങനെ ഒരു 3-5 ഇങ്ങനെ ചെറിയ സ്റ്റോൺസിൻ്റെ ഒരു പെൻഡന്റ് പോലെ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡിന്റെ ഒരു ഫിനിഷിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള മാല ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇതിന്റെ ബ്രേസ്ലെറ്റ് ആണെങ്കിലും നല്ല രസമായിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് വിലയുണ്ട് കേട്ടോ, 170 രൂപയുണ്ട്. അതിന് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും കമ്മൽ വെച്ചിട്ട് നമുക്ക് ഇത് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ
കുറച്ച് വലിയ ജുംക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്മൽ, ഇങ്ങനത്തെ സ്റ്റെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇത് പെയർ ചെയ്യാവുന്നതാണ്. ഇത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ മീഷോന്ന് ഇതിനെക്കാട്ടും മുന്നേ മേടിച്ചിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കവറിലിട്ടിട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല നമ്മൾ കറബറാന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നത് നാശവും, പെട്ടെന്ന് ഇത് കളറും പോകും കേട്ടോ. അടുത്തത് ഇത് കുറച്ച് വിലയുള്ളതാണ്. 200 സംതിങ് ഉണ്ട്, 210 രൂപയോ അങ്ങനെ ഒക്കെ ഉണ്ട്. പക്ഷെ അത് നല്ല രസമായിട്ടുള്ള മാലയും കമ്മലുമാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒന്ന് ഇതിന്റെ ടോൺ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വൈബ് അല്ല, കുറച്ചൊന്ന് ഓഫ് ആയിട്ടുള്ള ഒരു മാലയും കമ്മലും സെറ്റാണ്. അതും ഇതിൽ 2 മാലയുള്ള പോലെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇടുമ്പോൾ ഒന്ന് ചോക്കറും അതിൻ്റെ താഴെ ഒരു നെക്ലസും പോലെയുണ്ട്. അതെല്ലാം നമുക്കിങ്ങനെ നെക്ലസ് ആയിട്ടുണ്ടെങ്കിൽ 2 നെക്ലസ് ആയിട്ട് ആ ഒരു രീതിക്കാണ് വരുന്നത്. കളർ കോമ്പിനേഷനും നല്ല രസമായിട്ടുണ്ട്. കോയിൻ ഡീറ്റെയിലിംഗ് ആണ്. എല്ലാ കോയിനിലും ലക്ഷ്മിയുടെ രൂപം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 200 സംതിങ്ങിന് ഇത് നല്ല കമ്മലും മാലയാണ്. ഇങ്ങനത്തെ ടോൺ ഇഷ്ടമുള്ളവർക്ക്, ഈ ഒരു കണ്ടോ ഒരു ബ്രോൺസ് കൈൻഡ് ഓഫ് ടോൺ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലോണം ഇഷ്ടപ്പെടും. ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഡിസൈനും നല്ലതാണ്, ആ ഒരു ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഇത് മേടിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് 2 മാലയും അതേപോലെ തന്നെ 2 സെറ്റ് ഓഫ് കമ്മൽ കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഒരു മാലയും കമ്മലും സെറ്റ് നമ്മൾ ഓൾറെഡി വേറെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ളതാ, ആകെ വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിലിപ്പോൾ ഒരെണ്ണം നോക്കുകയാണെങ്കിൽ ഇതേ ഒരു നെക്ലസ് ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നെക്ലസ് എന്നുള്ള രീതിക്കല്ല, നമുക്ക് വേണമെങ്കിൽ ചോക്കറായിട്ട് ഇടാവുന്നതാണ്. താഴെ നിറയെ ഇങ്ങനെ ഗുങ്കുരൂസ് പോലെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിങ്കും അതേപോലെ ഗ്രീനും സ്റ്റോണും ആണ്. സ്റ്റോൺസിന്റെ ക്വാളിറ്റി ആസ് യൂഷ്വൽ കുറച്ച് മോശമാണ്. പക്ഷെ 2 മാലയ്ക്കും കമ്മലിനും കൂടിയിട്ട് 230 രൂപയുള്ളൂ. അപ്പോൾ ഒരു മാലയ്ക്കും കമ്മലിനും സെറ്റിന് ആകെ 100 അത്രയല്ലേ വില വരുന്നുള്ളൂ. 110 രൂപയ്ക്കൊക്കെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മാലയും കമ്മലും കിട്ടിയിരിക്കണത്. ആ രീതിക്ക് നല്ലതാണ് അല്ലേ. കഴുത്ത് അത്യാവശ്യം നല്ല നീളം ഉണ്ടെങ്കിൽ ചോക്കർ പോലെ ഇടുന്നതാണ് കേട്ടോ കൂടുതൽ ഭംഗി ഉണ്ടാവുക. അതല്ലെങ്കിൽ നമുക്ക് നെക്ലസ് പോലെ ഇടാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം കോംബോ ആയിട്ട് വരുന്ന മാലയാണ്. നമ്മൾ നേരത്തെ കാണിച്ച മാല പോലെ തന്നെയാണ്. പക്ഷേ ഈ ബീഡ്സിന്റെ വലിപ്പം ഒന്നും കൂടി ചെറുതാന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഡെലിക്കേറ്റ് ആണ്, പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നിൽക്കൂട്ടോ. അടുത്ത നല്ല ഭംഗിയുള്ള പൂവിന്റെ ഡിസൈനിൽ വരണതാണ്. ഡിസൈൻ നല്ല ഭംഗിയുണ്ട്. പൂവും പിന്നെ ഒരു ബീഡും അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ അടുത്തേക്ക് വരുമ്പോൾ സ്റ്റോണിന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. ഈ ഒരു ഡിസ്റ്റൻസിൽ ക്യാമറയിൽ ഒന്നും അതൊരു പ്രശ്നമല്ല കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിനും 100 സംതിങ് രൂപയുള്ളൂ. അതിന് എനിക്ക് തോന്നുന്നു ഇത് അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഈ സെലിബ്രേഷനൊക്കെ വേണ്ടിയിട്ട് കുറേ കുട്ടികളുണ്ട്. ആകെ 1 തവണ 2 തവണയൊക്കെ ഇടുകയുണ്ടാവുള്ളൂ ഇങ്ങനത്തെ മാലയൊക്കെ. പിന്നെ അധികം ഒന്നും റീയൂസ് ചെയ്യേണ്ടാവില്ല. വല്ലപ്പോഴും കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടേ പിന്നെ യൂസ് ചെയ്യേണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ബഡ്ജറ്റിൽ മേടിക്കണം എന്നാണ് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ ഇത് കുഴപ്പമില്ല. അതിലപ്പുറത്തേക്കുള്ള ക്വാളിറ്റി പ്രതീക്ഷിക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, എല്ലാത്തിൻ്റെയും കമ്മലിൻ്റെ കൂടെ വരുന്ന ഈ പിന്നിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഒരു റബ്ബറിൻ്റെ മെറ്റീരിയലിൽ വരുന്നത്, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ നല്ല പാടാണ്. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ ഈ വിലക്കുറവുള്ള ഈ ജ്വല്ലറിക്ക്. അതായത് ഈ കമ്മലിന്റെ സ്റ്റഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ടൈറ്റാക്കി ഉള്ളിലേക്ക് കയറണ്ടേ. ഇതിന് ഓട്ടയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളായിട്ട് ഓട്ടയൊക്കെ ഉണ്ടാക്കി എടുക്കണം. മൊത്തത്തിൽ സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, അതായത് നല്ല രസമായിട്ട് സാരിയൊക്കെ ഉടുത്ത് അത്യാവശ്യം കുറച്ച് എന്ന് വെച്ചാൽ ഒന്ന് ഗ്രൂം ചെയ്ത്, ഭയങ്കര മേക്കപ്പ് ചെയ്യണമെന്നല്ല, ഒന്ന് ഗ്രൂം ചെയ്ത് ഹെയർ ഒക്കെ നന്നായി കെട്ടി, അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ജ്വല്ലറി ഒക്കെ വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എത്ര വിലക്കുറവുള്ള ജ്വല്ലറി ആണെങ്കിലും എത്ര വിലക്കുറവുള്ള സാരി ആണെങ്കിലും അതറിയില്ല. നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്ത് എടുക്കണമെന്നുള്ളതിലാണ് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ആ ഒരു ഭംഗി ഇരിക്കണത്. അതല്ലാണ്ട് ആ ഔട്ട്ഫിറ്റിൻ്റെ ജ്വല്ലറിയുടെ വിലയിൽ മാത്രമല്ല കാര്യം. മേ ബി വിലയുള്ളത് എടുക്കുമ്പോൾ അതിനുള്ളൊരു ക്വാളിറ്റിയും അതിനുള്ളൊരു പ്രീമിയം ലുക്ക് ഉണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ സ്റ്റൈലിങ്ങും അതേപോലെ നമ്മുടെ ഒരു കോൺഫിഡൻസും ആണ്. അതിന് താഴെ ഇതൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അടുത്തത് ഞാൻ ഓർഡർ ചെയ്തത് ഏകദേശമൊക്കെ സിമിലർ ആയിട്ട് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. ഇത് ഞാൻ വേറൊരു പാറ്റേൺ ആണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത പോലത്തെ ഒരു സാധനം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ള. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ചെറിയ ഗുങ്കുരൂസ് ഉണ്ട്, അതുപോലെ ഈ ബീഡ് ഉണ്ടല്ലോ, ഈ ബീഡ്സിന്റെ നമ്മുടെ ഈ രുദ്രാക്ഷമൊക്കെ വെക്കില്ലേ, അതുപോലെ ഇങ്ങനെ അപ്പുറത്തും ഇങ്ങനെ ഓരോ സാധനം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗോൾഡൻ കളറിൽ. അത്രക്ക് തന്നെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. പാറ്റേൺ ഒക്കെ സെയിം ആണ് കേട്ടോ. പക്ഷെ രസം ഇങ്ങനത്തെ ബീഡ്സിന്റെ മാല ഇഷ്ടമാണോ എന്നുള്ളത് പറയും. ഇപ്പൊ ഭയങ്കര ട്രെൻഡിലുള്ളതാണ്, ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടം. സിമ്പിളും ആണ്, എന്നാൽ നമ്മുടെ സെറ്റ് സാരിയുടെ ഒക്കെ ഒപ്പം നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒന്നാണ് കേട്ടോ. കാരണം ആ ഒരു ഓഫ് വൈറ്റ് സാരിയുടെ ഒപ്പം ടിഷ്യൂ സാരിയുടെ ഒക്കെ ഒപ്പം നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ് കേട്ടോ. ഇത് നല്ല മാലയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ,
നമ്മുടെ ആന ഇല്ലാണ്ടൊരു കളിയില്ലല്ലോ. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ആനയുടെ ഒരു കമ്മലും, ഇതിൻ്റെ കളർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ മാല നോക്കുകയാണെങ്കിൽ എഗെയിൻ ആന തന്നെയാണ്, അതിലിങ്ങനെ ബീഡ്സ് ആയിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 10 എണ്ണം മേടിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഒരു 200 രൂപേനെക്കാട്ടിലും താഴെ ഉള്ളതാണ്. നമ്മളിങ്ങനെ അടുത്തേക്ക് നോക്കുമ്പോൾ സ്റ്റോൺസിന്റെ ക്വാളിറ്റി ഒന്ന് ചിലതിൻ്റെ അല്ല മിക്കവാറും നോക്കുകയാണെങ്കിൽ സ്റ്റോൺസിന്റെ ക്വാളിറ്റി കുറച്ച് മോശമാണ്. പക്ഷെ ബീഡ്സ് ഒക്കെ അടിപൊളിയാണ്, പ്രശ്നമില്ല കേട്ടോ. കളറും നന്നായിട്ട് ഉള്ളതാണ്. അത് നമ്മൾ നോക്കി മേടിക്കണം. ഭയങ്കര ഉദിച്ച ഗോൾഡൻ അങ്ങനത്തെ എടുക്കണേക്കാട്ടിലും നല്ല ഒന്ന് ഡള്ളായി നിൽക്കുന്നതാണ്, അതാണ് നമുക്ക് നന്നായിട്ട് ചേരുന്നതും. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ആണ്, നമ്മൾ ബഡ്ജറ്റിലുള്ളതാണ് നോക്കണത്. അങ്ങനെയാണെങ്കിൽ ഇത് അടിപൊളിയാണ്, യാതൊരു സംശയമില്ല. അതല്ല നമ്മൾ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ജ്വല്ലറി ഒക്കെയാണ് നോക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വെബ്സൈറ്റ് ത്രൂ ഒക്കെ മേടിക്കണം, അങ്ങനത്തതായിരിക്കും നല്ലത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നോക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി, ഈ ഒരു വിലയ്ക്ക് കുഴപ്പമില്ല എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡെലിവറി ടൈം ഒരു 1 to 1.5 ആഴ്ച നമ്മൾ കണക്കാക്കണം. അപ്പൊ ഇപ്പൊ ഓർഡർ ചെയ്യുകയാണെങ്കിലും 1.5 ആഴ്ച സമയമുണ്ട്. ഓണത്തിന്റെ ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നോക്കി വെക്കും, മാക്സിമം 1.5 ആഴ്ച, മിനിമം നമുക്ക് ഒരു 5 ദിവസത്തിൽ കിട്ടാനും മതി. എനിക്കൊക്കെ തൃശ്ശൂര് ഒരു 5 ദിവസത്തിനുള്ളിൽ കിട്ടിയതും ഉണ്ട്, അതേപോലെ തന്നെ 1 ആഴ്ച എടുത്തിട്ടും കിട്ടിയതുണ്ട്. അപ്പൊ വേറെ സ്ഥലങ്ങളാണെങ്കിൽ ചിലപ്പോൾ 1.5 ആഴ്ച വരെ എടുക്കാം. അതും നമ്മൾ നോക്കണം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ കോഡ് ഞാൻ ഇടാം. എൻ്റെ കയ്യിൽ ലിങ്ക് ഇല്ല, ഞാൻ തന്നെ പർച്ചേസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ മീഷോന്ന് അങ്ങനെ ലിങ്ക് എടുക്കുന്ന പരിപാടിയില്ല. വേറെ വെബ്സൈറ്റ് ത്രൂ അങ്ങനെ ലിങ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറ്റുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ലിങ്ക് ഇല്ല, ജസ്റ്റ് കോഡ് ഇടാം. ഇൻ കേസ് കോഡ് വഴി കിട്ടിയില്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് മീഷോയിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ജ്വല്ലറി അതിൻ്റെ പല സെല്ലേഴ്സിനെ കാണിച്ചു തരും കേട്ടോ. അപ്പം ഏറ്റവും അധികം റിവ്യൂസ് ഉള്ളത് നോക്കിയെടുക്കാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പം നമുക്കിനി നാളെ കാണാം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ. ഈ സീരീസിലെ ബോണസ് വീഡിയോസ് വേറെ ഉണ്ടാവും. ലവ് യു ഓൾ സോ മച്ച്. ബൈ.